നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാ? സജീവ്. എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു വന്നത്? എനിക്ക് ഈ വായിലിങ്ങനെ പുണ്ണ് വരിക, പിന്നെ തുമ്മൽ, ഇതൊക്കെ വരുന്ന തുമ്മല്, ജലദോഷം. ഞാൻ ഒരുപാട് സ്ഥലത്ത് കാണിച്ചിട്ട് വന്നു, എനിക്ക് ഭേദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാറ് യൂട്യൂബിലാണ് പരിചയപ്പെട്ടത്. അങ്ങനെ 2 വർഷം മുന്നേ അവിടെ ഒന്ന് കാണിച്ച്. ഇപ്പോൾ തിരൂരാണ് വീടല്ലേ? തിരൂരാണ് വീട്. ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഒരു ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം ഓക്കെ ആയിട്ടുണ്ട്. സാറൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. ഇപ്പോൾ PFT ചെയ്തിട്ട് 114% ഉണ്ട്. ലങ് കപ്പാസിറ്റി ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ വെരി ഗുഡ്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ ആ വായിൽ വരുന്ന അൾസറിൻ്റെ മാത്രം ഇച്ചിരി മാറാനുണ്ട്. ബാക്കിയെല്ലാം എത്ര ശതമാനം ബെറ്റർ ആയിട്ടുണ്ടാവും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 100% തന്നെ മാറിയാണ്. 100% മാറിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഒരുപാട് ചികിത്സ നടത്തിയിട്ടുണ്ട്. ആണല്ലേ? ഡോക്ടർമാരെ കാണിച്ച് മെഡിക്കൽ കോളേജിൽ അവിടെ ഒക്കെ ഒരുപാട് ചികിത്സ നടത്തിയിട്ടുണ്ട്. പക്ഷേ സാറെ കണ്ടതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ആണല്ലേ? സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. ഒരു ശക്തി ഒന്നും ഉണ്ടാവില്ലേ ജോലി ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രശ്നങ്ങളായിരുന്നു. ഓക്കെ. ഇച്ചിരി ഷുഗറും ഉണ്ടായിരുന്നല്ലേ? ഷുഗർ ഇപ്പം നല്ല കൺട്രോളിലായല്ലോ. 108 ഓക്കെ ഓക്കെ. നമ്മൾ പുതിയ തരത്തിലുള്ള ഷുഗറിൻ്റെ മെഡിസിൻസ് ആയിരുന്നു തന്നത്. പ്രത്യേകിച്ച് എക്സസ് ഷുഗർ നമ്മൾ മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന, ഹൃദയത്തിനും കിഡ്നിക്കും ഒന്നും പ്രൊട്ടക്ഷൻ തരുന്ന, കിഡ്നിക്കൊന്നും ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലുള്ള മരുന്നായിരുന്നു നമ്മൾ തന്നത്. ഷുഗർ നല്ല കൺട്രോളുണ്ട്. ആളും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡയറ്റും എക്സസൈസും ഒക്കെ നോക്കി. ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 96 56 81 46 50. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് ഒന്ന് സംസാരിക്കാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷൻ നമ്മളിന്ന് റിപ്പീറ്റ് ചെയ്യുവാണല്ലേ? അപ്പോൾ ആ 1 വർഷം കൊണ്ട് അത്രയും മെച്ചമുണ്ട് എന്നുള്ളത്. വർഷം പനി ഉണ്ടായിട്ടില്ല. ആണല്ലേ? മറ്റേത് ആഴ്ചയിൽ പനി വന്നിരുന്നാണ് ഓരോ പ്രശ്നങ്ങൾ. പക്ഷെ അന്ന് അത് ചെയ്യുന്ന പിന്നെ വന്നിട്ടില്ല. അതാണ് വർഷം ചെയ്യാൻ വന്നതാണ്. ഓക്കെ. ഇമ്മ്യൂണോതെറാപ്പി നമ്മളിപ്പോൾ എത്ര മാസം എടുത്തു? തുള്ളിമരുന്നായിട്ട് എടുത്തിട്ടില്ല. അതിൻ്റെ നമുക്ക് ഇമ്മ്യൂണോതെറാപ്പിയും കൂടെ എടുത്തെന്നാൽ അലർജി പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ അതിനുള്ള ഓർഡറും കൂടെ കൊടുത്തിട്ട് പോകാം. നമുക്കതുകൊണ്ട് അലർജി ഫുള്ളായിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ അലർജി ഉള്ളത് കൊണ്ടാണ് പലതരത്തിലുള്ള ഈ വായിലുള്ള അൾസറാണെങ്കിലും ഇൻഫ്ലമേഷൻ കൊണ്ടാണ് കൂടുതലായിട്ടുണ്ടാവുന്നത്. അത് നമുക്ക് ശ്വാസകോശ രോഗങ്ങളായിട്ട് വരാം, അല്ലെങ്കിൽ ഇതുപോലെ ഇൻഫെക്ഷൻസ് ആയിട്ട് പലതരത്തിലുണ്ടാക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിനും. താങ്ക് യു സോ മച്ച്. ശരി.